ഇവിടെ പൊട്ടൊക്കെയാണ് ഈ കാണുന്ന ഷോ മാത്രം പറഞ്ഞു കൊടുക്കട്ടെ. അപ്പൊ പറയണോ എങ്ങനെ പറയേ പറഞ്ഞേരാ എന്റെ മുഖത്തൊക്കെ കൊടുക്കാന്നുള്ളതാണ്. ഓക്കെ നിങ്ങൾ ഏത് പാട്ടാന്ന് പറയും. ഓക്കെ, അപ്പം അടുത്തത് പോക്കറ്റ് അടിക്കുകയും കടയിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന ആളും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഹായ്, ഹലോ, നമസ്കാരം. അപ്പം ഇന്നത്തെ നമ്മളെ കലാപരിപാടി എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. കാരണം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾ പറയുന്നില്ല. കുറെ കണ്ടിട്ടുണ്ട്, പിന്നെ നമുക്ക് കണ്ടതിന് ക്ഷാമമായത് കൊണ്ടും യാ. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരാൾ ഹെഡ്ഫോണ് വെക്കും, എന്നിട്ട് മറ്റൊരാൾ പറയുന്ന വാക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ്സ് ആയിട്ട് കൊടുക്കും. പണിഷ്മെന്റ് പറഞ്ഞപ്പോൾ ലൈക്ക് നമ്മൾ എന്തെങ്കിലും പറയാൻ പറയുക അല്ലെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഹെഡ്സെറ്റും അതുപോലെ തന്നെ നമ്മളെ സോങ് ഇവിടെ സെറ്റാണ്. സോ നമുക്ക് ആദ്യം നാഫ്ലാനിൽ തുടങ്ങാം. ഓക്കെ, നമുക്ക് നാഫ്ലാക്ക് ഒരു വഴി എടുക്കാം. സോ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ അത് നമുക്കൊന്ന് വെക്കാൻ മതി. കള്ളത്തിൻ്റെ മാസ്റ്റർ പീസാ. പാട്ടൊക്കെ കേക്കുണ്ടോളൂ കേട്ടോ. എന്റെ മുഖത്തുക്കോക്ക് എന്റെ മുഖത്തുക്കോക്ക് കേക്കണില്ലേ കേക്കണില്ലേ അതിന്റെ സൗണ്ട് പറഞ്ഞു പറയണ ആക്ഷൻ കാട്ടോ ചെയ്യാ. ഇത് പോയി പറ. എങ്ങനെ മിനിറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ പാടെ എവിടെ നടക്കുക. ആദ്യം പറ്റും ഗൈസ്. ഞാൻ ഒരു മിനിറ്റ് ആണ് കാൽക്കുലേറ്റർ 1 മിനിറ്റ് ആണ് കൊടുക്കുന്നത്. ഇപ്പൊ സമയം കാണില്ലല്ലോ. അപ്പൊ 1 മിനിറ്റിന്റെ ഉള്ളിൽ കാര്യം പറയണം. ഓക്കെ, സോ അവർ ടൈം ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. ഇല്ല, കിഷ്ക്ക് എന്താ കാണണം. ഇവളത് കേൾക്കുന്നുണ്ട്. ഇന്ന് പാട്ടാണ് വൃത്തിയുടെ പാട്ട് മനുഷ്യന്മാരെ കേൾക്കുന്നു. വൃത്തിയുടെ പാട്ട്. ഞാൻ അടുത്തത് പറയുന്നത് എൻ്റെ ചാൻസാണ്. സോ പോരാ, പാട്ടുകൾ കേട്ടിട്ടാണെന്നൊന്നും പറയാൻ പറ്റരുതേ. ഓക്കെ, എന്താണ് അപ്പം അടുത്തത് അറിയുന്നത് എൻ്റെ ചാൻസാണ്. സോ ഞാൻ പറയാം പറഞ്ഞു
ഫാഷൻ കണ്ട് ടൈമർ വെച്ചിട്ടില്ല. 5 ടൈമർ ഇട്ടിട്ടാണ് ഒന്നുകൂടി പറ. താനൂരോ? അല്ല, മഹാരാഷ്ട്ര. എവിടെയാ? താനൂര് എവിടെയാ? ആണോ? അല്ല, ഒന്നുകൂടി. എന്താണ്? താക്കോല് എവിടെയാ? താനൂരിന്റെ വാപ്പടല്ലേ അവിടെ. നമ്മള് അനുവിന് വന്നിട്ടില്ല റബ്ബർ പാട്ട് ഇട്ടത് ശരിയാണ്, അടങ്ങിയിരിക്കും. അപ്പൊ നമ്മൾ അനുവിന് എന്ത് ചെയ്യാണ്? ശിക്ഷിക്കാൻ പോവാണ്. അപ്പം നമ്മൾ അനുവിനെ കൊടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ആന അലറലോട് അലറലിന് 10 പ്രാവശ്യം പെട്ടെന്ന് 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 പറയാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. ആന അലറലോട് അലറൽ, 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 ആന അലറലോട് ആന അലറലോട് 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 അലറൽ, ആന അലറലോട് അലറൽ, അലറലോട് അലറൽ. മതി. സോ ഗയ്സ്, നെക്സ്റ്റ് നമുക്ക് ഒരു പണി കൊടുക്കാൻ കഴിയണം. അപ്പം എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പണി കിട്ടിയ മതിയെന്നുള്ള ലക്കിലാണ്. നമുക്ക് കേൾക്കണല്ലോ. കേൾക്കുന്നുണ്ട്. ഇപ്പം എന്താണ് ആഫില കേൾക്കില്ലല്ലോ എന്ന് പറയുന്ന കേൾക്കാൻ എന്താ എൻ്റെ ചെവി പട്ടപ്പൊട്ടിക്കോ? അല്ല. നോക്കിടാം. മാക്സിമം വോളിയം. നാണം കെട്ടിട്ട് സോ അടുത്തത് നമുക്ക് ആരാരോ കരികളെ ഇട്ടു പറയാ. പിന്നെ ആദ്യം തന്നെ ഡ്രൈവറാണ്. ആദ്യം പറഞ്ഞതിന് ശേഷം ഡ്രൈവറാണാൻ പറ്റുള്ളൂ. എന്ന് പറയുമോ? കിട്ടുന്നില്ല ഒരു പേര്. എന്ത്? ടൈമർ ഓൺ ആക്കുകയാണേ ഗൈസ്. എന്താ ചലഞ്ചോ? ചായ കുടിച്ചോ? ഓരോന്ന് പറഞ്ഞിറങ്ങി ചായ പീടിയിലെത്തിയോ? സലസയുടെ പേര് എന്ത്? സലസയുടെ എത്ര വട്ടായി പറയുന്നത്? ഞാൻ ഒരു വണ്ടി എടുക്കട്ടെ. ഞാനും എന്താ പറയണ വെച്ചാല് വണ്ടി കുന്ന് കേറി കുന്ന് വണ്ടി കേറി 10 വട്ടം. സിമ്പിൾ. വണ്ടി കുന്ന് കയറി എന്തിനു? വണ്ടി കയറി കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് 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 കയറി അല്ല കുന്ന് കയറി കുന്ന് വണ്ടി കയറി. സോ അടുത്തൊരു ചലഞ്ച് ഞാനാണ്. ഓക്കെ, ഇപ്പൊ മുൻഗണനയിൽ നിൽക്കുന്നത് മാഡമാ. ഇത് തുറന്ന മാളെ. സോ നമ്മൾ ടൈമർ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ, ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ പറയാൻ വന്നത് എന്താ വെച്ചാൽ അതായത് പറഞ്ഞിട്ടില്ല.
തന്നോട് പേരെന്താണെന്നോ? താനൂര് പേരാണെന്നാ? ഇവിടുന്ന് താനൂര് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ താനൂര്. താനു താനൊരു ഭ്രാന്തിയാണ്. ഭ്രാന്തിയാണ്. ലാസ്റ്റ് ഭ്രാന്തിയാണ്. ഫസ്റ്റ് ഒന്നുകൂടി പറയേ. താനൊരു ഭ്രാന്തിയാണ്. അല്ല, ഞാനൊരു ഭ്രാന്തിയാണ്. പറഞ്ഞ ഞാനൊരു വെറും നമുക്ക് തായും താനൂരും തിരൂരൊക്കെ വരുന്നുള്ളൂ. നോട്ട് ഗുഡ്. ഓക്കെ, അപ്പോൾ എനിക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഈ 10 പ്രാവശ്യം ഇതിലോട് പറയണം, ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയുമാണ്. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയാണ്. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കണം ഓളതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താ പറയണ്ടേ? ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയുമാണ്. 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 ആറായിരം. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയാണ്. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയാണ്. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയുമാണ്. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയുമാണ്. ഞാനൊരു ഭ്രാന്തിയും മന്ദബുദ്ധിയുമാണ്. അടുത്ത് നമ്മളെ ടെനാണ് ഗായ്സ്. അടുത്തതിന് ഹാഫിലാക്കുള്ള പണിയാണ്. സോ നമുക്ക് ഒരു മേക്ക് സൗണ്ട്. ഓക്കെ. ചാടി. തേങ്ങ തലയിൽ നിന്ന് ചാടിയോ? തേങ്ങ തെങ്ങിൽ നിന്ന് ചാടിയോ? ഏതോ തേങ്ങ ടേസ്റ്റ് നിന്ന് ചാടിയതാണ്. ഓക്കെ, വൺസ് മോർ. തെങ്ങിൽ നിന്ന് ചാടിയെന്നല്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല ആദ്യം. തേങ്ങ തെങ്ങിൽ നിന്ന് ചാടിയെന്ന്. അതിന്റെ റീക്യാപ്പ് ഞാൻ കാണിച്ചതിനോട് ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പൊ ഇതിൽ നാം വിജയിച്ചതാണ് ഗായ്സ്. അടുത്തത് സോ നെക്സ്റ്റ് പോയി സ്റ്റെപ്പ് ഇടാന് നിങ്ങൾ ഏത് പാട്ടാന്ന് പറയും. ഓക്കെ, അപ്പം അടുത്തത് എൻ്റെ ടേണാണ്. അപ്പം ഞാൻ ഈ അടുത്ത് പറയേണ്ടത് ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയാം. ഇത് പോയിട്ടോ. എവിടെയോ എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണോ? ഒന്നുകൂടി. എവിടെ എന്തോ തട്ടിപ്പുണ്ട്. കുറാ സംഘം വന്നിക്കണ അതിനെ. എവിടെയാണോ? എവിടെയോ എന്തോ അങ്ങനെ പറഞ്ഞില്ല. എവിടെ എന്തോ പറ്റിക്കുന്നുണ്ട്. എന്നെ പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കപ്പെട്ടു. എവിടെ എന്തോ പറ്റിക്കപ്പെട്ടു. അല്ല, എവിടെ എന്തോ പ്രശ്നമുണ്ട്. So next it's my turn. വേണ്ട. So guys, സ്റ്റാർട്ട് ചെയ്യാട്ടോ. എന്ത്? ഫോളോ ഫാമോ? ഫോളോ ഫേ? ഫോളോ ഫിലിം ആണോ? പിന്നെ അങ്ങനെ പറഞ്ഞത് അതോള് കേട്ട് guys. പറ ഫുൾ ഓഫ് ഫേ. കൊച്ചി ഓർമ്മയിലാണ് ഫുൾ ഓഫ് എന്നൊക്കെ പറയുന്നത്. ഇനി മൈ ടേൺ.
അപ്പോൾ നെക്സ്റ്റ് ഞാനാണ്. അപ്പോൾ ഞാൻ എന്താ പറയാറോ, ഓക്കെ ഞാൻ പറയണേ. പാട്ട് തന്നെയുണ്ടോ പറയണില്ല, പാട്ട് തന്നെയൊന്നും വേണം. ആ തുടങ്ങിക്കണു ഗുമേ ഗുമേ മണിനങ്ങേറെ തങ്ങാടി മാടങ്ങേറെ. ഓക്കെ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഓക്കെ നിന്റെ ഔട്ട്ഫിറ്റ് എന്താ? ആണോ? ഒന്നുകൂടി ഒന്നുകൂടി ഒന്നുകൂടി. നിന്റെ ഔട്ട്ഫിറ്റ് ഏതാ? അതാ എന്ത് പറ നിന്റെ നിന്റെ എന്നിട്ട് ബാക്കി പറ. എന്തൊന്നുകൂടി പറ. പതുക്കെ പറഞ്ഞ നിന്റെ അവധി എന്നാണോ? ഒന്നുകൂടി ഇങ്ങനെ ഞാൻ അവധി തരും. ഇങ്ങള് വന്നെ പോയി. നിന്റെ ഔട്ട്ഫിറ്റ് എന്താണ്? നിന്റെ എന്തേനു? നിന്റെ ഔട്ട്ഫിറ്റിന് എത്രയാ 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 എത്ര നേരം ഞാൻ പറഞ്ഞ എത്രയാ എത്രയാ. അങ്ങനെ ഔട്ട്ഫിറ്റ് എത്തി ഗൈസ്. പിന്നെ അതിനൊക്കെ അവധി നോക്കെ. ഇപ്പം നമ്മൾ അതിനുള്ള പണിഷ്മെൻറ്റിനുള്ള ടൈമാണ്. ഇറ്റ്സ് ടൈം ടു പണിഷ്മെൻറ്റ്. അപ്പോൾ ഇപ്രാവശ്യമുള്ള പണിഷ്മെൻറ്റ് എന്താണെന്നറിയാം? അപ്പോൾ ഇപ്പോൾ ഓക്കെ അപ്പോൾ അനു ആൻസർ പറയാത്ത സ്ഥിതിക്ക് നമ്മൾ അനുവിന് എന്തെടുക്കുകയാണ്? പണിഷ്മെൻറ്റ് കൊടുക്കണം. സോ പണിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ അനു പറയണം എന്ത്, ഞാനൊരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്തവളുമാണ്. ഏയ് ഒട്ടുമല്ല, എനിക്കത് സന്തോഷം. പറയൂ. ഞാൻ ഒരു ദരിദ്രവാസി. അഞ്ചട്ടം പറഞ്ഞ പോലെ. അഞ്ചട്ടല്ല 10 വട്ടം കാരണം അത് ഇമോഷണലായിട്ട് പറയണം. ഞാനൊരു ദരിദ്രവാസിയും അതുപോലെ തന്നെ വീട്ടിൽ കയറ്റാൻ പറ്റാത്തതുമായ ഒരാളല്ല. അമ്മയുടെ ചമ്മയ തന്നെ പറയാം. ഞാൻ ഒരു ദരിദ്രവാസിയും എന്താ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുമാണ്. ഞാൻ ഒരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. ഞാനൊരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. പരീക്ഷയ്ക്ക് പഠിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഞാൻ ഒരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. ഞാനൊരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. ഞാനൊരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. ഞാനൊരു ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളാണ്. പത്തനായോ രണ്ടും കൂടി അല്ലേ? ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാണ്. ഞാൻ ദരിദ്രവാസിയും വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളാണ്. ഓക്കെ അവനെ കുറിച്ച് തന്നെ സത്യസന്ധമായി പറയണം. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ദിസ് ഈസ് അവർ ലാസ്റ്റ് ചാലഞ്ച്. അപ്പോൾ ഈ ചലഞ്ച് എന്ന് പറയുന്നതാവും എനിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവന് മാക്സിമം പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നോക്കും മാണിന്. സോ സ്റ്റാർട്ട്. സോ അജയജാന്തരനോ? എങ്ങനെ? ആരാ ആരാ ആരാ? ചായ 5 ചായ 15 ചായയാണ്. പറേ. അജയൊരു ചായ. അജൊരു ആരാന്നോ? വൺസ് മോർ ഒന്നിട്ട് വന്നാൽ മതിയോ? 5 പാതിര 15 പാതിര. അജഗജാന്തര അജുഗജ ആണ് 5-ലൊരാൾ 15-ലൊരാൾ. ഒന്നടി 5 നിർത്തുക. അച്ഛനൊരു ചായ. അച്ഛനൊരു ചായ ഇത്ര നേരം പറഞ്ഞത്. സോ അപ്പൊ അനുവിന് ലാസ്റ്റ് പണിഷ്മെന്റ് കൊടുത്തിട്ടില്ല. എന്തൊരു ഇൻട്രസ്റ്റാ ഒരാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ അറിയുമ്പോൾ. വളരെയധികം വലിയ ഇൻട്രസ്റ്റ് ആണല്ലേ. ഓക്കെ ഗോൾസ്, അപ്പോൾ പറഞ്ഞോളാം. പുറത്തിറങ്ങിയാല് ഇങ്ങനെ പറയണം. പുറത്തിറങ്ങിയാല് പോക്കറ്റ് അടിയോ കടയിൽ
പുറത്തിറങ്ങിയാൽ ഞാൻ പോക്കറ്റ് അടിക്കുകയും ഷോപ്പിൽ നിന്ന് കട്ട് തിന്നുകയും ചെയ്യുമെന്ന് പറയണം 10 വട്ടം. പുറത്തിറങ്ങിയാല് ഞാൻ പോക്കറ്റ് അടിക്കുകയും കടലിൽ നിന്ന് കട്ട് തിന്നുകയും ചെയ്യുന്ന ഒരാളാണെന്നോ പുറത്തിറങ്ങിയ ഞാൻ പൊട്ടത്തില്ല പോക്കറ്റ് അടിക്കുകയും കടയിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന ആളും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിയും എന്താ പറയുന്നതിനോ പോക്കറ്റ് അടിയും കടയിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന ഒരാളും കടയിൽ നിന്ന് ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന ആളും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ്. പോക്കറ്റ് അടിക്കുന്ന ആളും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിയും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ് ഞാൻ. പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിയും ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളാണ്. ലാസ്റ്റ് വൺ ഞാൻ പുറത്തിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുകയും ഭക്ഷണം മോഷ്ടിക്കുന്ന ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളും കൂടിയാണ്. നമ്മുടെ ഗസ് ദ സോങ്. ഗസ് ദ സോങ് അല്ല, ഗസ് ദ പാരാഗ്രാഫ് അല്ലെങ്കിൽ ഒരു ലൈൻ, ഗസ് ദ ലൈൻ. സംഭവം മനസ്സിലായല്ലോ അല്ലേ എന്താ സംഭവം നമ്മൾ കൂടുതൽ പറയുന്നില്ല. സോ മറ്റേ അപ്പൊ ഇതിലെന്താ വെച്ചാല് നമ്മള് സ്കോറിങ് നോക്കണമെങ്കിൽ ഞാൻ തന്നെയാണ് സ്കോർ ചെയ്തിട്ടുള്ളതും. അത് കഴിവും നല്ല ബുദ്ധിയും വിവരവും ഉള്ള ഒരു കുട്ടിയായതുകൊണ്ടും നമുക്ക് കൊടുക്കാം ഫസ്റ്റ്. So guys, I am the winner of this challenge. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. ഇതാണ് നമ്മളൊരു ട്രോഫി കൊടുക്കണ്ടേ. സോ ട്രോഫി ആയിട്ട് ഇത് ഞാൻ ജയിച്ചതിന്റെ ആഹാരം അങ്ങനെന്താ പറയില്ലേ, ഉപഹാരല്ല അഹങ്കാരം എന്നൊക്കെ പറയണത്. ഗായ്സ് അപ്പൊ I am the winner. അപ്പൊ അടുത്ത വീഡിയോ വരേക്കും ബൈ.